നമസ്കാരം സർ. നമസ്കാരം. ഇലക്ഷന് ശേഷം നമ്മളിപ്പോഴാണ് വീണ്ടും കാണുന്നത്. എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു സാറായിരിക്കും വൈപ്പിനിലെ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു പ്രധാനമായിട്ടും ആൾക്കാരിലെല്ലാം നിന്ന് ആ ഒരു ഇതുണ്ടായിരുന്നു. അത് മാത്രവുമല്ല, സർവേ നടത്തിയതിൽ അത് പല വിധത്തിലുള്ള സർവേകളിലും ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട പേര് അങ്ങയുടേതായിരുന്നു. എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി ആവാത്തത് എന്നെനിക്കൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയായിരുന്നു മുനമ്പം ജനത ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി സംഭാവന ചെയ്തത്? അതൊരു വലിയ പ്രവർത്തനമായിരുന്നു. അത് കേരളം മൊത്തം വളരെ അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രവർത്തനം കൂടെയായിരുന്നു. പല മണ്ഡലങ്ങളിലും മുനമ്പത്തെ ജനതയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ആഴത്തിലേക്ക് എത്തുകയും ചെയ്തു. ഒന്ന് പറയാമോ അതിനെപ്പറ്റി? ആദ്യമായി തന്നെ താങ്കൾ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റിൽ എൻ്റെ പേര് ഫസ്റ്റ് വന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം അത് ഒരു അംഗീകാരമാണ്. നമ്മളുടെ നാട്ടിൽ ഒരു സർവേ നടത്തിയിട്ട് അതിന് യോഗ്യനായിട്ടുള്ള ഒരാളെ കണ്ടെത്താൻ രണ്ട് പാർട്ടികളും, അതായത് ആദ്യം BJP, അത് കഴിഞ്ഞിട്ട് 2020 സർവേയിൽ സാറിന്റെ പേരാണ്. അത് സാറിൻ്റെ എൻ്റെ പേരാണ് വന്നത്. അതിലെനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. കാരണം ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല. പക്ഷേ എൻ്റെ നാട്ടിലുണ്ടായ ഒരു ചെറുതല്ല, ഇതുവരെയും ആരും കേൾക്കാത്തൊരു വിഷയം, എന്നെപ്പോലുള്ള കുറച്ച് ആൾക്കാർ അതിൽ ഇടപെട്ടില്ലായിരുന്നു വെച്ചെങ്കിൽ അതിന്ന് കൈവിട്ട് പോയിരുന്നേനെ. അപ്പോൾ അതിലിടപെട്ടു, ഒരു നാടിന് വേണ്ടി പ്രവർത്തിച്ചു, സത്യത്തിൻ്റെ കൂടെ നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ല. പല പ്രലോഭനങ്ങളും ഉണ്ടായിരുന്നു, പല രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ടും, പല രീതിയിൽ, അതായത് കായികമായിട്ട് നോക്കി ഒരിക്കലും നടക്കില്ലെന്ന് മനസ്സിലായി, മാനസികമായിട്ട് നോക്കി ഒരിക്കലും നടക്കില്ലെന്ന് മനസ്സിലായി, അവസാനം ആത്മീയതയുടെ വഴി നോക്കിയിട്ടും അതിലും, കാരണം ഞാൻ വിളിക്കുന്ന ദൈവത്തിനെ എനിക്കറിയാം. അപ്പോൾ ആ രീതിയിലെല്ലാം എൻ്റെ നിലപാടുകൾ സ്ട്രെയിറ്റ് ആയിരുന്നു, എൻ്റെ നിലപാടുകൾ ഉറച്ച നിലപാടുകളായിരുന്നു. അപ്പോൾ എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ നിന്നു, ഞാൻ മെമ്പർഷിപ്പ് എടുത്ത BJPക്ക് വേണ്ടി ഞാൻ നിന്നു. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പിന്നെ ഈ സർവേയിൽ നമ്മളെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ വാക്കുകൾ കേൾക്കുന്നുണ്ട്, അതിൽ വളരെ അഭിമാനം തോന്നുന്നു. പിന്നെ താങ്കൾ ചോദിച്ചത് ഞങ്ങൾ മുനമ്പത്തുകാർ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചത്, അത് ഒരു മുനമ്പത്തുകാരൻ്റെ കടമയാണ്. ഇന്ന് മുനമ്പത്തുള്ള കുറച്ച് ആൾക്കാർ നന്ദികേട് കാണിക്കുന്നുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിൻ്റെയും കൂടെ നടക്കുന്നുണ്ട്. പക്ഷെ അവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് വഖഫ് പുതിയ അമെൻമെൻറ്റ് വന്നതിന് ശേഷം മുനമ്പത്തിന് സമ്പൂർണ്ണ സുരക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. അതാരും മനസ്സിലാക്കുന്നത്. ആരാണ് ആ വഖഫ് പുതിയ അമെൻമെൻറ്റ് കൊണ്ടുവന്നത്? BJP സർക്കാരാണ്. ഇന്ന് മുനമ്പം വഖഫിൻ്റെ പുതിയ രജിസ്റ്ററിലില്ല, ഉമ്മീദ് പോർട്ടലിലും മുനമ്പം ഇല്ല. എന്തുകൊണ്ടതില്ലാത്തത്? അത് BJP സർക്കാർ കൊണ്ടുവന്ന ഒരു പുതിയ അമെൻമെൻറ്റിൽ അതിൻ്റേതായ പുതിയ നിയമങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ്. പിന്നെ സെക്ഷൻ 40 ഇല്ല. ഈ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കി വെച്ച ക്രൂരമായ നിയമങ്ങൾ ഇതെല്ലാം ഇന്ന് എടുത്തു കളഞ്ഞു. പക്ഷേ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ആരാണ് കേസ് ഞങ്ങളുടെ എതിർകക്ഷി ആരാണ്? ഈ വഖഫ് നിയമം നടപ്പിലാക്കരുതെന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുന്നത് ആരാണ്? കോൺഗ്രസിൻ്റെ. ഇന്ന് സതീശൻ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ കണ്ട ഒരു വാക്കാണ് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ്. വാട്ട് യു മീൻ ബൈ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ്? വളരെ രസകരമായിട്ട് അവർ പറയുന്നത് ഇത് വഖഫ് ഭൂമിയല്ല. ഓക്കെ, വഖഫ് ഭൂമിയല്ല, ഞങ്ങളത് പണ്ടേ പറഞ്ഞു. ഓക്കെ, ഞങ്ങളത് അംഗീകരിക്കുന്നു. ആരാണ് ഇത് വഖഫ് നിയമം നടപ്പിലാകരുതെന്ന് പറഞ്ഞ് കേസിന് പോയിരിക്കുന്നത്? മുസ്ലിം ലീഗാണ്. അതെ, മുസ്ലിം ലീഗ് ആരാണ്? ഇവരുടെ ഘടകകക്ഷിയാണ്. ഇവർ ദിവസേന മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആൾക്കാരായത് കാരണമാണ് അവരെക്കുറിച്ച് എതിരി പറയാൻ ഇവർക്ക് ധൈര്യമില്ലാത്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ കണ്ടതാണ് MP ഈഡൻ വന്ന് ഭയങ്കര ഘോരമായി സംസാരിക്കുന്നത്. ഇദ്ദേഹം, ഈ ഹൈബി ഈഡൻ ധൈര്യമുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് ഈഡൻ ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടൊന്ന് തങ്ങളുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചൂടാ? ഈ വഖഫ് വിഷയത്തിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കേസ് ഒന്ന് പിൻവലിക്കാൻ പറയാനുള്ള ധൈര്യമുണ്ടോ? പക്ഷേ എനിക്ക് ഈ ഒരു വേദി കിട്ടിയതുകൊണ്ട് ഇദ്ദേഹം പല സ്ഥലത്തും പല സംവാദങ്ങൾക്കും, സുരേഷ് ഗോപിനെ സംവാദത്തിന് വിളിക്കേണ്ടായിരുന്നു, ജോർജ് ഈഡനെ സംവാദത്തിന് വിളിക്കുന്നുണ്ട്, എല്ലാവരെയും എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സംവാദത്തിന്, മുനമ്പം ജനതയുടെ ഒരു ചെറിയൊരു പ്രതിനിധി എന്ന ഒരു നിലയിൽ ഞാൻ അദ്ദേഹത്തിന് ഓപ്പണായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഒരു സംവാദത്തിന് വരാൻ ഈ ഹൈബി ഈഡൻ എന്ന് പറയുന്ന ആൾക്ക് ധൈര്യമുണ്ടോ? താങ്കൾ പറയുന്ന വേദിയിൽ ഞങ്ങൾ വരാം, ഏത് ഭാഷ വേണമെന്ന് താങ്കൾ തീരുമാനിച്ചാൽ മതി, ഞങ്ങൾ വരാൻ തയ്യാറാണ്. ഇത് പറയുമ്പോൾ എല്ലാം നോക്കി പറയണം. ഇപ്പോൾ പുറമേ നിന്നുള്ള ആൾക്കാർ ആർക്കും അറിയില്ല ഞങ്ങളുടെ എതിർകക്ഷി ആരാണ്. ഇപ്പം എൻ്റെ പേരിൽ കേസ് ഇപ്പോൾ സുപ്രീം കോർട്ടിലുണ്ട്. അത് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജീന ഏൽപ്പിച്ചിട്ട് അതിനുശേഷം BJP ആണ് ഞങ്ങൾക്ക് വേണ്ടി കേസ് നടത്തുന്നത്. മനീന്ദർ സിംഗ് എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ ഒരു വക്കീലാണ് ഞങ്ങളുടെ കേസ് നടത്തുന്നത്.
ആരാണ് ഞങ്ങളുടെ എതിർകക്ഷി? മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗാണ്. അല്ല, ഒരു കാര്യം കൂടെ ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചത്, ഈ ഹൈബി ഈഡൻ ഒരു ക്രിസ്ത്യാനിയാണ്. ഹൈബി ഈഡൻ ചതിച്ചത് മുനമ്പത്തെ ജനതയെ മാത്രമല്ല, മുഴുവൻ ക്രിസ്ത്യൻ സമൂഹത്തെയാണ്. ക്രിസ്തീയ സമൂഹത്തെയും അവിടുത്തെ അതിൻ്റെ പരമ്പരയും അതിൻ്റെ വിശ്വാസത്തെയും ആ വംശത്തെ ആകെ ചതിച്ചെന്നല്ല, പിന്നിൽ നിന്ന് കുത്തി ഇല്ലായ്മ ചെയ്യാൻ നോക്കിയ ആളാണ് ഹൈബി. ഇദ്ദേഹത്തിൻ്റെ ഈ ഇപ്പം പാർലമെൻറ്റിൽ പോകുന്നതിന് മുമ്പ്, പ്രചരണം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ പള്ളിയുടെ മുന്നിൽ നിന്നിട്ടാണ് ഇദ്ദേഹം പ്രചരണമായിരിക്കും. കാരണം ഇദ്ദേഹം ആശ്രിത നിയമിതനാണ്. ആശ്രിത നിയമിതനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം കിട്ടിയ ആശ്രിത നിയമനമാണ്. അല്ലാതെ വേറെ ഒരു രാഷ്ട്രീയക്കാർ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ ചെറുപ്രായം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെയും പ്രായമുള്ളൊരു വ്യക്തിയല്ലേ, ഞാനും കണ്ടിട്ടുണ്ട്. ഞാനും എറണാകുളത്തുകാരനായിരുന്നു. ഇദ്ദേഹം ഇവിടെ എന്താണ് ചെയ്തു നടന്നതെന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരും എൻ്റെ കൂട്ടുകാരാണ്, എനിക്കറിയാം. അപ്പോൾ ഒരു ആശ്രിത നിയമനം കിട്ടിയ ഒരാൾ ഞങ്ങളുടെ പള്ളിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാം. അന്ന് പുതിയ അമെൻമെൻറ്റ് വന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് അമെൻമെൻറ്റ് വന്നിട്ടില്ല, ഇത് എന്തെങ്കിലും ഇതിലേക്ക് മാറ്റം വരുത്തണമെങ്കിൽ നിയമം മാറ്റണം, നിയമം മാറ്റാനായിട്ട് നിങ്ങളും സമ്മർദ്ദം ചെലുത്തണം, ഞാനും സമ്മർദ്ദം ചെലുത്താമെന്ന് പറഞ്ഞു. സമ്മർദ്ദം ചെലുത്താമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നല്ലൊരു അവസരം, മുനമ്പത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് ഇത്രയും നല്ലൊരു അവസരം, മുനമ്പം ജനതയും കൂടി പങ്കെടുത്തുള്ളൊരു പ്രതിനിധി അദ്ദേഹം വഖഫ് നിയമം പാർലമെൻറ്റിൽ വന്നപ്പോൾ എന്താണ് ചെയ്തത്? പിന്നിൽ നിന്ന് കുത്തി. ഇതുപോലൊരു ചതിയൻ, ഇതുപോലെ പറ്റിക്കാൻ പറ്റിയൊരു വ്യക്തി. സത്യത്തിൽ ഞാൻ പുള്ളിനെ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നത് എപ്പോഴാണെന്ന് അറിയാം, ആവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും പുള്ളി സംസാരിക്കില്ല. കിരീടം സിനിമയിൽ ഹൈദ്രോസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഇദ്ദേഹം ഇങ്ങനെയുള്ള ചെറിയ ചില വിഷയങ്ങൾ വരുമ്പോൾ ചാടി എണ്ണി ഹൈദ്രോസിൻ്റെ ക്യാരക്ടറാണ്. അപ്പം ഞങ്ങളിട്ടൊരു പേരാണ്, ഞങ്ങളിട്ട പേരല്ല കേട്ടോ. ഈ ഇലക്ഷൻ പ്രചരണവുമായി നടന്ന ടൈമിന് ഇദ്ദേഹത്തിൻ്റെ ഒരു ഗൂഗിൾ മീറ്റിന് വേണ്ടി ഇദ്ദേഹം മറ്റുള്ളവർക്ക് മെമ്പർ വിട്ടപ്പോൾ ഞങ്ങളൊരു കോൺഗ്രസ് വളരെ പ്രമുഖമായ നേതാവിൻ്റെ കൂടെ കുശല സംഭാഷണം നമ്മൾ സാധാരണ കാണുന്ന രീതി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് ഹൈദ്രോസിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, ഗൂഗിൾ മീറ്റ് ഉണ്ട്. അങ്ങനെ അങ്ങനെ ഞങ്ങൾ വായിൽ വന്നൊരു പേരാണ് ഹൈദ്രോസ് ഈഡൻ എന്നുള്ളൊരു പേര്. കാരണം അദ്ദേഹം വഖഫ് വിഷയം വരുമ്പോൾ മാറി നേരെ ഹൈദ്രോസ് ഈഡനാകും, വഖഫ് വിഷയം കഴിയുമ്പോൾ ഹൈബി ഈഡനാകും. അദ്ദേഹം ആ ഒരു കറക്റ്റ് തങ്ങളുടെ കാലിൻ്റെ അടിയിൽ കിടക്കുന്നതിൻ്റെ കുഴപ്പമാണ്. കാലാപാനി എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ ചെയ്തൊരു കഥാപാത്രമുണ്ട്, ആ ഒരു ഷൂവിൻ്റെ അടുത്ത്. ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല, ആ ക്യാരക്ടറായിട്ട് കരുതിയാൽ മതി. പിന്നെ താങ്കൾ ചോദിച്ചൊരു കാര്യമാണ്, ഞങ്ങൾ BJPക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങി. അത് ഞങ്ങളുടെ ഒരു കടമയാണ്, ഒരു മുനമ്പം ജനതയുടെ ഒരു കടമയാണ്. ഞങ്ങൾ ആരുടെയും ഞങ്ങളോട് രക്ഷിച്ചതിന് നന്ദി ആയിട്ട് ഞങ്ങൾ പോയതാണ്. ഞങ്ങൾ നിയമത്ത് പോയി, ഇതാരും ആരോട് പറഞ്ഞിട്ട് പോയതല്ല. നിയമത്ത് ചെന്നു. ഈവൻ ഈ വാസ് സർപ്രൈസ്ഡ്. രാജീവ് സാറിന് അറിയില്ലായിരുന്നു ഞങ്ങൾ വന്നു. ഞങ്ങളുടേതായ ഒരു ലീഫ്ലെറ്റ് അടിച്ചുണ്ടാക്കി. എന്തുകൊണ്ട് ഞങ്ങളിന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങും. ഞങ്ങളൊരു 10,000-2000 ലീഫ്ലെറ്റ് ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിന് പോയി ഞങ്ങളെ കൊണ്ടാവുന്ന രീതികളിൽ എല്ലായിടത്തും ഞങ്ങൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ട്രെയിനിൽ ഞങ്ങളിരുന്ന ബോഗികളെല്ലാവരിലും നിയമത്തിൽ ചെന്നിട്ട് കിട്ടാവുന്ന ആൾക്കാർ ഞങ്ങൾക്ക് 2 ദിവസമാണ് കിട്ടിയത്. കാരണം ഞങ്ങൾക്ക് അവിടെ മാത്രം പ്രവർത്തിച്ചാൽ പോരാ. അപ്പം ഞങ്ങളുടെ സ്ഥാനാർത്ഥി അനിത തോമസിൻ്റെ കൂടെയും ഞങ്ങൾക്ക് പ്രവർത്തിക്കണം. അപ്പം ഞങ്ങളൊരു 2 ദിവസം പുറത്തു പോയി പ്രവർത്തിക്കും, പിന്നെ അനിതയുടെ കൂടെ ഞങ്ങൾ നിൽക്കും. വീണ്ടും ഞങ്ങളൊരു ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്യും. അപ്പം അനിതനോട് പറഞ്ഞിട്ട് തന്നെയാണ്, അനിതയുടെ അനുവാദത്തോടെ കൂടെ തന്നെ ഇരുന്ന് ഞങ്ങൾ ഈ പോയിരുന്നു വെച്ചു. അപ്പം നിയമത്ത് പോയി വളരെ നല്ലൊരു പ്രതികരണം അവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. അതല്ലേ, നിങ്ങൾക്കറിയാമല്ലോ, കാരണം എത്രയോ ഞങ്ങൾ അവിടെ എല്ലാ വീടുകളിലൊക്കെ പറ്റാവുന്ന വീടുകളിലൊക്കെ കയറി ഇറങ്ങി. അതിനുശേഷം ഷോൺജിയുടെ അടുത്ത് പോയി. ഷോൺജിയുടെ അടുത്ത് ചെന്നതിന് ശേഷം ജോർജ് കുര്യൻ സാറിൻ്റെ അടുത്ത് പോയി. ഞങ്ങൾക്ക് അനൂപാൻ്റൻ്റെ അടുത്ത് പോകാനായിട്ട് ടൈം ഉണ്ടായിരുന്നില്ല ശരിക്കും. കാരണം ഞാൻ ഷോർട്ട് ടൈമായിരുന്നു. വന്നതിന് ശേഷമാണ് ഞങ്ങൾ തൃശ്ശൂർ പത്മചേച്ചിക്ക് വേണ്ടി പോയി, മണലൂർ പോയി. അപ്പോൾ മണലൂർ പോയപ്പോൾ അവിടെ ആ സമയത്താണ് ആ ഒരു വിഷയം അവിടെ നടക്കുന്നത്, ദേവൻ ആ ഒരു വിഷയം. അപ്പോൾ അതിൻ്റെ ഇതിലായിപ്പോയി. അതിനുശേഷം ഞങ്ങൾ പാലക്കാടേക്ക് ശോഭ ചേച്ചിയുടെ അടുത്തേക്ക് പോകാനിരിക്കുമ്പോഴായിരുന്നു ഞങ്ങളുടെ ഒരു സഹോദരന് ഞങ്ങൾ പോകാനിരിക്കുന്ന വണ്ടിയിൽ വെച്ചാണ് പുള്ളിക്കൊരു അറ്റാക്ക് വരുന്നതും. അപ്പോൾ അദ്ദേഹവുമായിട്ട് തിരിച്ചു പോരേണ്ടി വന്നു. ബാക്കി ഞങ്ങളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു. ബട്ട് മുനമ്പം ജനത നന്ദി കാണിച്ചതാണ്. മുനമ്പം ജനതയെ രക്ഷിച്ച ആൾക്കാരോട് എന്നും കടപ്പെട്ടവരായിരിക്കും. പക്ഷേ അവിടെ നന്ദി കാണിക്കേണ്ട കുറേയേറെ പേരുണ്ട്. അവരിപ്പോഴും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ്, കാരണം അവർക്കിപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്ന് പറഞ്ഞാൽ അന്തം കമ്മി എന്നും അന്തം കമ്മി ആയിരിക്കും. ഞങ്ങളിത് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും സങ്കടം എന്ന് പറയുന്നത്, ഞങ്ങളുടെ മുനമ്പം സമരം നടക്കുന്ന ആ പന്തലിന് 3.5 കിലോമീറ്റർ അപ്പുറം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി
പിണറായി വിജയൻ വന്നു. ഈ മുനമ്പം സമരം തുടങ്ങിയതിന് ശേഷം ഇത്രയും കേന്ദ്ര നേതാക്കന്മാർ വന്നതിന് ശേഷം ഇത്രയും ഇന്ത്യൻ പാർലമെൻറ്റിൽ വരെയും വ്യക്തമായി ഇങ്ങനെ ഒരു അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഞങ്ങളുടെ സമരപന്തൽ സന്ദർശിക്കാനായിട്ടുള്ള മനസ്സുണ്ടായില്ല? അതെ, അത് മനസ്സ് വേണം, മനസ്സ് വേണം. അതെ. ഒരു കൂട്ടം ആൾക്കാർ ഇന്ന് രാവിലെ ഞങ്ങൾ ഡെയിലി 2 പേര് വീതമാണ് ഇപ്പോഴും ആ സമരം കൊണ്ട് നടന്നു കൊണ്ടുപോകുന്നത്. പക്ഷെ ഇന്നൊരു ഡോക്ടർ അതിൽ പോയത്, അദ്ദേഹം ചെറായി ബീച്ചല്ല വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ സമയത്ത് നിരാഹാര സമരം ചെയ്യുന്നത് നിങ്ങളോട് തന്നെ ചെയ്യുന്നൊരു ദ്രോഹമാണ്. 1 മണിക്കൂർ ഇടവിട്ട് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റ് അത്രയ്ക്കും ഇതാണ്. എന്നാലും ഞങ്ങൾ ആ സമരം നടത്തിക്കൊണ്ട് പോയി. പക്ഷെ ഇന്ന് ഞങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം, ഈ വരുന്ന റിസൾട്ടിൽ ഞങ്ങൾക്കൊരു BJPക്ക് ഒരു മെമ്പർ ഉണ്ടായാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ സമരം നിർത്താമെന്നുള്ളൊരു ധൈര്യം ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനായിട്ട് ഒരാളെങ്കിലും ഉണ്ടാവുന്നു. പക്ഷെ ഒരാളല്ല, നല്ല രീതിയിൽ ആൾക്കാരുണ്ടാവുന്നു. മാതാവിൻ്റെ അനുഗ്രഹം, മാതാവിൻ്റെ പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതാണ് ഞങ്ങൾ ഇന്നും ആ സമരം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ യാത്ര ചെയ്തത് നന്ദി സൂചകമായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ ചെന്നിടത്തൊക്കെ അതിൻ്റേതായ ഒരു ചലനം സൃഷ്ടിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. മുനമ്പം ഇപ്പോഴും ജനങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നു.